നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫെബ്രുവരി മാസത്തെ 5ാമത്തെ IPO എത്തിയിരിക്കുകയാണ്. അതായത് നമുക്കറിയാം, പാർക്ക് ഹോട്ടൽസ്, റാഷി പെരിഫറൽസ്, ക്യാപിറ്റൽ സ്മോൾ ഫിനാൻസ് ബാങ്ക്, ജന സ്മോൾ ഫിനാൻസ് ബാങ്ക്, എത്രയും IPOകൾ ഈ മാസം വന്നു കഴിഞ്ഞു. ഇതാ ഇപ്പോൾ പുതിയൊരു IPO വന്നിരിക്കുന്നു. എന്തറോ ഹെൽത്ത് കെയർ സൊല്യൂഷൻസ് ലിമിറ്റഡ് എന്നാണ് ഈ കമ്പനിയുടെ പേര്. ഇവരൊരു ഹെൽത്ത് കെയർ പ്രോഡക്ട്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയാണ്. വളരെ ഹൈടെക് ആയിട്ടുള്ള ടെക്നോളജി ഡ്രിവൺ ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ഇവരുടെ IPO ഫെബ്രുവരി 9 മുതൽ 13 വരെയാണ് ഓപ്പൺ ആയിരിക്കുന്നത്. 1600 കോടി രൂപയാണ് ഇവർ മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യുന്നത്. അതിൽ 1000 കോടി രൂപയ്ക്കുള്ളത് ഫ്രഷ് ഓഹരികളാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. 600 കോടി രൂപയ്ക്കുള്ളതാണ് ഓഫർ ഫോർ സെയിൽ. അപ്പോൾ ഈ കമ്പനിയുടെ വിശേഷം നമുക്കൊന്ന് പരിശോധിക്കാം. എൻഡറോ ഹെൽത്ത് കെയർ സൊല്യൂഷൻസ് ലിമിറ്റഡ് 2018 രൂപ കൊണ്ട് ഈ കമ്പനി ഹെൽത്ത് കെയർ പ്രോഡക്റ്റുകളുടെ ഡിസ്ട്രിബ്യൂട്ടറാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊരു ടെക്നോളജി ഡ്രിവൻ പ്ലാറ്റ്ഫോമാണ്. ഇവർ ഹെൽത്ത് കെയർ പ്രോഡക്ട്സുകൾ ഫാർമസീസിനും ഹോസ്പിറ്റൽസിനും എല്ലാം ഇന്ത്യയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന രാജ്യത്തെ ഏറ്റവും വലിയ 2ാമത്തെ ഇത്തരത്തിലുള്ള ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയാണ്. ഇനി എൻഡറോ ഹെൽത്ത് കെയറിൻ്റെ സ്ട്രെങ്ത്തിനെ കുറിച്ച് നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ, അവർ 2021 39,500 ഫാർമസീസിലാണ് അവരുടെ ഈ ഹെൽത്ത് കെയർ പ്രോഡക്ട്സുകളെല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. അത് അടുത്ത വർഷമായപ്പോൾ 64,200 ഫാർമസീസായിട്ട് വർദ്ധിച്ചു. ഇപ്പോൾ ഏറ്റവും പുതിയ കണക്കനുസരിച്ച് 81,400 ഫാർമസീസുമായിട്ട് അവർക്ക് ഡയറക്റ്റായിട്ട് ഡിസ്ട്രിബ്യൂഷൻ ലിങ്ക് ഉണ്ട്. ഹോസ്പിറ്റൽസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഏറ്റവും പുതിയ കണക്കനുസരിച്ച് 3,400 ഹോസ്പിറ്റൽസുമായിട്ടാണ് ഇപ്പോൾ എൻഡറോ ഹെൽത്ത് കെയറിന് നേരിട്ട് കണക്ഷൻ ഉള്ളത്. പിന്നെ ഇവരുടെ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് പറയുകയാണെങ്കിൽ 73 വെയർ ഹൗസുകളാണ് 19 സ്റ്റേറ്റിൽ, ഇന്ത്യയിൽ 37 സിറ്റീസിലായിട്ട് അവർക്ക് വെയർ ഹൗസുകളുണ്ട്. അതുപോലെ തന്നെ 1900 മാനുഫാക്ചറേഴ്സായിട്ട്, ഹെൽത്ത് കെയർ പ്രോഡക്ട്സിൻ്റെ മാനുഫാക്ചറേഴ്സായിട്ട് ഡയറക്റ്റായിട്ട് കമ്പനിക്ക് അസോസിയേഷൻ ഉണ്ട്. പിന്നെ പ്രോഡക്റ്റുകളുടെ കാര്യം പറയുകയാണെങ്കിൽ 64,500 SKUകൾ അല്ലെങ്കിൽ സ്റ്റോക്ക് കീപ്പിംഗ് യൂണിറ്റ്സുകൾ, അത്രയും ഡിഫറെൻറ്റ് പ്രോഡക്റ്റുകൾ ഇവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. എംപ്ലോയീസിൻ്റെ നമ്പർ പറയുകയാണെങ്കിൽ 3014 എംപ്ലോയീസാണ് ഏറ്റവും പുതിയ കണക്കനുസരിച്ച് അവരുടെ പേറോളിലുള്ളത്. ഇനി കമ്പനിയുടെ പ്രൊമോട്ടേഴ്സിനെ നോക്കുകയാണെങ്കിൽ പ്രഭാത് അഗർവാളും പ്രേം സേത്തിയുമാണ്. അതിൽ പ്രഭാത് അഗർവാളാണ് കമ്പനിയുടെ ഇപ്പോഴത്തെ MDയും CEOയും അല്ല. ഇവർ രണ്ടുപേരും കൂടി ചേർന്നാണ് ഈ കമ്പനി ആരംഭിക്കുന്നത് 2018. പിന്നെ ഇത് കൂടാതെ ഓർബിമേഡ് ഏഷ്യ 3 മൗറീഷ്യസ് ലിമിറ്റഡ് എന്നൊരു കമ്പനി കൂടി ഇതിൽ ഫണ്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ കൈവശമാണ് 57.27% ഓഹരികളും ഉള്ളത്. ഇപ്പോൾ ടോട്ടൽ ഈ പ്രൊമോട്ടേഴ്സിൻ്റെ കൈവശം 77.11% ഓഹരികളാണ് ഇഷ്യൂവിന് തൊട്ട് മുമ്പുള്ളത്. അപ്പം നമുക്കറിയാം, ഇതിനോടൊപ്പം തന്നെ ഒരു 600 കോടി രൂപയ്ക്കുള്ള ഓഹരികൾ വിറ്റഴിക്കപ്പെടുന്നുണ്ട് ആ പ്രൊമോട്ടേഴ്സും ഇപ്പോഴുള്ള ഓഹരി ഉടമകളും എന്നറിയാമല്ലോ. അപ്പോൾ അതിൽ ഈ 600 കോടിയിൽ പ്രഭാത് അഗർവാളും പ്രേം സേത്തിയും കൂടി ചേർന്ന് അതിൽ പ്രഭാത് അഗർവാൾ 4.7 ലക്ഷം ഓഹരികളും പ്രേം സേത്തി 3.13 ലക്ഷം ഓഹരികളുമാണ് വിറ്റഴിക്കുന്നത്. പിന്നെ വിറ്റഴിക്കുന്നത് ഏറ്റവും കൂടുതൽ ഓഹരികൾ സ്വന്തമായിട്ടുള്ള ഓർബിമേഡ് ഏഷ്യ 3 മൗറീഷ്യസ് എന്നുള്ള കമ്പനിയാണ്. അവർ 38.15 ലക്ഷം ഓഹരികളാണ് വിറ്റഴിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള 1.7 ലക്ഷം ഓഹരികൾ വിറ്റഴിക്കുന്നത് 16ഓളം വരുന്ന അവരുടെ ഇപ്പോഴത്തെ മറ്റ് ഷെയർ ഹോൾഡേഴ്സുമാണ്. ഇനി വാല്യുവേഷൻസും മറ്റും നോക്കുകയാണെങ്കിൽ EPS മൈനസാണ് 3.1. അതുപോലെ തന്നെയാണ് റിട്ടേൺ ഓൺ നെറ്റ്വർത്തും -1.86% ആണ്. NAV 157.08 എന്ന് കാണിക്കുന്നുണ്ട്. ഇനി കമ്പനിയുടെ ലിസ്റ്റഡ് പിയർ കമ്പനി നോക്കുകയാണെങ്കിൽ MedPlus Health ആണ്. അവരാണ് ഇതിൻ്റെ പ്രധാന പിയർ കമ്പനിയായിട്ട് കാണുന്നത്. ഇനി ഈ 1000 കോടി രൂപയുടെ ഇഷ്യൂ, 1000 കോടി രൂപയുള്ള ഫ്രഷ് ഓഹരികൾ വഴി കമ്പനിക്ക് ലഭിക്കാൻ പോകുന്നത്, ആ 1000 കോടി കമ്പനി എങ്ങനെയാണ് വിനിയോഗിക്കുന്നത് നോക്കുകയാണെങ്കിൽ അവരുടെ സബ്സിഡിയറിക്കും പിന്നെ ഈ കമ്പനിക്കും കൂടിയുള്ള ചില പേയ്മെൻറ്റുകളെല്ലാം കൊടുത്തു തീർക്കാനും ബോറോയിങ്സ് കൊടുത്തു തീർക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഏകദേശം ഒരു 142.5 കോടി രൂപ അതിനുവേണ്ടി വിനിയോഗിക്കുന്നുണ്ട്. ബാക്കി ഒരു 480 കോടി രൂപയാണ് കമ്പനിയുടെ വർക്കിംഗ് ക്യാപിറ്റലിലേക്ക് കൂട്ടാനായിട്ട്
കമ്പനി ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു 377.5 കോടി രൂപ അവർ ഇനോർഗാനിക് ഗ്രോത്ത്, അതായത് കമ്പനിയുടെ മറ്റ് ബിസിനസ്സുകളിലേക്ക് തിരിയാനും കൂടുതൽ വെയർഹൗസുകൾ ആരംഭിക്കുന്നതിനും എല്ലാം വേണ്ടിയിട്ട് വിനിയോഗിക്കുമെന്ന് പറയുന്നുണ്ട്. ബാക്കി അതോടൊപ്പം തന്നെ ജനറൽ ആയിട്ടുള്ള കോർപ്പറേറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ആ ഫണ്ട് വിനിയോഗിക്കും എന്നാണ് അവരുടെ പ്രോസ്പെക്ടസിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി എൻഡറോ ഹെൽത്ത് കെയറിൻ്റെ ഫിനാൻഷ്യൽ സൈഡ് പരിശോധിക്കുകയാണെങ്കിൽ 2023 മുതൽ ഈ 2024 ആദ്യത്തെ അർദ്ധവാർഷിക വരെയുള്ള കാലഘട്ടങ്ങളിലാണ് ഏറ്റവും മികവ് പുലർത്താനായിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുള്ളത്. 2021 റവന്യൂ നോക്കുക 1783.67 കോടി രൂപയാണ്. അത് അടുത്ത വർഷം വർദ്ധിച്ചിട്ടുണ്ട്, 2526.55 വർദ്ധിച്ചു. 2023 3305.72 കോടി രൂപയായിട്ട് അത് വീണ്ടും വർദ്ധിച്ചിട്ടുണ്ട്. 2024 അർദ്ധവാർഷികം 1895 കോടി രൂപയുമാണ്. ഈ നെറ്റ് ഇൻകത്തിലും അതുപോലെ തന്നെയാണ്. നെറ്റ് ഇൻകം ആദ്യ 3 വർഷങ്ങളിലും, അതായത് 2021, 22, 23 വർഷങ്ങളിൽ നെഗറ്റീവാണ്. 15.35 കോടി രൂപയുടെ നഷ്ടമാണ് 2021 അത് വീണ്ടും വർദ്ധിച്ച് 29.44 കോടി രൂപയുടെ നഷ്ടമായിട്ട് ഉയർന്നിരിക്കുകയാണ് 2022. എന്നാൽ 2023 ആയപ്പോഴത്തേക്കും നല്ല നിലയിൽ മെച്ചപ്പെടാനായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിലും നഷ്ടം തന്നെയാണ്. 29.44 എന്നുള്ള ഫിഗറിൽ നിന്നും 11.1 എന്നുള്ള ലെവലിലേക്ക് അത് വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോഴും നഷ്ടം തന്നെയാണ്. എന്നാൽ അടുത്ത അർദ്ധവാർഷികം നോക്കും, 2023 സെപ്റ്റംബർ മാസത്തെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ 11.64 അത് പോസിറ്റീവാണ്, അത് ലാഭത്തിൽ തന്നെയാണ്. അപ്പോൾ കമ്പനി ഇപ്പോൾ വളരെ മെച്ചപ്പെട്ടു വരുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. 2022 23 തമ്മിലുള്ള വ്യത്യാസം റവന്യൂയുടെ കാര്യത്തിൽ 30.84 കോടി രൂപയുടെ 30.84% വർധനവാണ് കാണുന്നത്. അതുപോലെ അറ്റാദായത്തിലാകട്ടെ 62.28% വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. ഇഷ്യൂൻ്റെ ലീഡ് മാനേജേഴ്സ് ICICI സെക്യൂരിറ്റീസ്, ഡാം ക്യാപിറ്റൽ, ജഫ്രി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്, JM ഫിനാൻഷ്യൽസ്, SBI ക്യാപിറ്റൽ എന്നിങ്ങനെയാണ്. അതോടൊപ്പം തന്നെ രജിസ്ട്രാർ നോക്കുകയാണെങ്കിൽ ലിങ്ക് ഇൻ ടൈം ഇന്ത്യയാണ്. ഇനി നമുക്ക് ഈ ഹരിയാന ബേസ്ഡ് എൻഡറോ ഹെൽത്ത് കെയർ സൊല്യൂഷൻസ് എന്നുള്ള കമ്പനിയുടെ IPO വിശേഷം ഒറ്റ നോട്ടത്തിലൊന്ന് പരിശോധിക്കാം. ഫെബ്രുവരി 9 മുതൽ 13 വരെയാണ് ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്നത്. ഇതിൻ്റെ പ്രൈസ് ബാൻഡ് 1195 രൂപ മുതൽ 1258 രൂപ വരെയാണ്. ഇതൊരു ഫുള്ളി പ്രൈസ്ഡ് ആയിട്ടുള്ള ഓഹരിയാണ്. അതിൽ പ്രത്യേകിച്ച് ഫ്രഷ് ഓഹരികൾ 1000 കോടി രൂപയ്ക്കുള്ളതുണ്ടെന്ന് നമുക്കറിയാം. 600 കോടി രൂപയ്ക്കുള്ള ഓഫർ ഫോർ സെയിൽ. അപ്പോൾ അതിന് 1600 കോടി രൂപയാണ് ഇഷ്യൂ സൈസ് എന്ന് പറയുന്നത്. ഒരു ലോട്ട് ഓഹരി എന്ന് പറയുമ്പോൾ 11 ഓഹരികളാണ് റീറ്റെയിലേഴ്സിനെ സംബന്ധിച്ച്. അങ്ങനെ 14 ലോട്ട് വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. HNIസിനാണെങ്കിൽ 73 ലോട്ട് വരെ അപ്ലൈ ചെയ്യാം. 10 രൂപയാണ് ഇതിൻ്റെ ഫേസ് വാല്യൂ വരുന്നത്. ഇത് അലോക്കേഷൻ 10% മാത്രമേ ഉള്ളൂ റീറ്റെയിലേഴ്സിന് എന്നുള്ളത് പ്രത്യേകം അറിഞ്ഞിരിക്കണം. ബാക്കി HNIസിനും അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനുമാണ്. BSE NSE എന്നീ 2 എക്സ്ചേഞ്ചുകളിലും ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അലോട്ട്മെൻറ്റ് വരുന്നത് 14-ാം തീയതിയും ലിസ്റ്റിംഗ് ഫെബ്രുവരി 16-ാം തീയതിയുമായിരിക്കും. ഇനി ഈ ഇഷ്യൂവിനെ കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ടത് എൻഡറോ ഹെൽത്ത് കെയറിൻ്റെ എംപ്ലോയീസിന് അവർ 8 കോടി രൂപയ്ക്കുള്ള ഓഹരികൾ മാറ്റിവെച്ചിട്ടുണ്ട്. മാത്രമല്ല അവർക്കൊരു 119 കോടി രൂപയുടെ ഡിസ്കൗണ്ടും കിട്ടും. എംപ്ലോയീസിന് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളവർക്കില്ല. അപ്പോൾ ഈ കമ്പനിയെക്കുറിച്ച് ഇത് അപ്ലൈ ചെയ്യണോ വേണ്ടയോ എന്നുള്ള സംശയിക്കുന്നവരോട് പറയാനുള്ളത്, ഇത് ഈ അർദ്ധവാർഷികത്തിൽ ഏറ്റവും ഒടുവിലത്തെ അർദ്ധവാർഷികം വെച്ച് വളരെ മികച്ച നിലയിലേക്ക് വന്നിട്ടുള്ളൊരു കമ്പനിയാണ്. തുടക്കത്തിൽ കഴിഞ്ഞ 2 വർഷങ്ങളിൽ ലോസിലായിരുന്നെങ്കിൽ തന്നെയും ഇപ്പം മികച്ച നിലയിലേക്ക് വന്നിട്ടുണ്ട് കമ്പനി. എന്തായാലും ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ധൈര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. മിഡ് ടേം, ഷോർട്ട് ടേം ഇൻവെസ്റ്റേഴ്സ് തൽക്കാലം ഒന്ന് വളരെ കെയർഫുള്ളായിട്ട് മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാവൂ എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ. അപ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റുകൾ ഇടാനും മറക്കണ്ട. അതോടൊപ്പം തന്നെ വീഡിയോയെ എല്ലാ രീതിയിലും പ്രോത്സാഹിപ്പിക്കുക. നിങ്ങളുടെ കമൻറ്റുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റൊരു IPO വീഡിയോയുമായിട്ട് നമുക്ക് ഉടൻ തന്നെ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബായ്.